രാവിലെ ആരോ ശക്തിയിൽ വാതിലിൽ മുട്ടണ ഒച്ച ഇട്ടിട്ടാണ് മായ എണീക്കണത്. നോക്കുമ്പോൾ അത് ഇവയായിരിക്കും. ആള് ഭയങ്കര കരച്ചിലാണ്. മായയ്ക്ക് മേടിച്ച പോലത്തെ ഒരു ക്യാമറ ഇവയും മേടിച്ച് വീട്ടിൽ വെച്ചിരുന്നു. ഹസ്ബൻഡായിട്ട് പിരിഞ്ഞതിന് ശേഷം ആൾക്കിപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഈ ബോയ് ഫ്രണ്ടുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന കുറച്ച് പിക്ചേഴ്സ് ഈ എക്സ് ഹസ്ബൻഡ് ഇവയ്ക്ക് ഇമെയിൽ വഴി അയച്ചു കൊടുക്കും. അപ്പോൾ ഇവ പറയുന്നുണ്ട് എൻ്റെ വൈഫ് ഹാക്ക് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയായിരിക്കും ഈ പിക്ചേഴ്സൊക്കെ കിട്ടിയതെന്ന്. മായ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ക്യാമറ ഹാക്ക് ചെയ്തിട്ട് ഈ പിക്ചേഴ്സ് എടുക്കാമെങ്കിൽ പുതിയ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യാനും പറ്റുമല്ലോ? ഇവ പറയാ ഉണ്ടായിരിക്കും. നമ്മളെ സൈക്കോളജിക്കലി ആർക്കെങ്കിലും അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇതൊരു ഇഫക്റ്റീവ് മെത്തേഡാണ്. ഇവ ചോദിക്കുന്നുണ്ട്, അങ്ങനെ നിന്നെ ഇപ്പോൾ സൈക്കോളജിക്കലി ആർക്കാ അറ്റാക്ക് ചെയ്യേണ്ടത്? അത് കഴിഞ്ഞ് കാണിക്കുന്നത് അബിക്ക് DNA Me എന്ന സൈറ്റിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നതാണ്, മീറ്റ് ചെയ്താലോ എന്ന് ചോദിച്ച്. അതിന് റിപ്ലൈ കൊടുക്കാൻ നേരം ഒരു പയ്യൻ അബിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് ആ കോച്ചിൻ്റെ അസിസ്റ്റൻ്റാണ്. അബിക്ക് അവനെ അറിയാം, ലൂയി. അബി മെസ്സേജ് അയക്കലും അവൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് കേൾക്കും. അപ്പം അബി അവനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനാണ് വെബ്സൈറ്റിൽ നിന്ന് മെസ്സേജ് അയച്ചത്, ഞാൻ നിൻ്റെ ഹാഫ് ബ്രദറാണ്. ഞാനും അമ്മയും കണ്ടിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ച് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മ മരിച്ചതിന് ശേഷം എന്നെ എങ്ങനെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഈ ജോലി കിട്ടിയത്. ഒരു കഫേയിൽ വെച്ചാണ് ഞാനും അമ്മയും ആദ്യം കാണുന്നത്. അതിനുശേഷം എന്നെ ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോയി അവിടെ ചേർക്കാനെന്നും പറഞ്ഞു. അതൊരു വലിയ സ്കൂളായിരുന്നു, ഈ റിച്ച് പീപ്പിളൊക്കെ പഠിക്കുന്ന ഒരു പോഷ് സ്കൂള്. ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പക്ഷെ എനിക്ക് തോന്നി വേറെ എന്തോ കണ്ടുപിടിക്കാൻ വേണ്ടി പോയതുപോലെ. അന്നാണ് അവസാനമായി ഞാൻ അമ്മയെ കാണുന്നത്. പിറ്റേ ദിവസം അമ്മയുടെ മരണ വാർത്തയാണ് കേൾക്കണത്. മായ കുട്ടിയെയും കൊണ്ട് മദർ ഇൻ ലോയെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അബിയുടെ കോള് വരാണ്. ആൻറ്റി, ഞാൻ എൻ്റെ ഹാഫ് ബ്രദറെ കണ്ടുപിടിച്ചു. മായ ഞെട്ടിപ്പോവും. എങ്ങനെ? എവിടെ വെച്ചിട്ട്? അവൻ എങ്ങനെ ഇരിക്കണത്? അപ്പോൾ അബി പറയുന്നുണ്ട്, ഇവൻ പറഞ്ഞു അമ്മ ഇവനെയും കൊണ്ട് ഒരു സ്കൂളിൽ പോയെന്ന്, ഒരു വലിയ റിച്ച് സ്കൂളിൽ അവിടെ ചേർക്കാനായിട്ട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് അമ്മ കൊല്ലപ്പെടുന്നത്. മായ ചോദിക്കുന്നുണ്ട്, ആ സ്കൂളിൻ്റെ പേരെന്താ? ഫ്രാങ്കോ ഫ്രാങ്ക്ലിനോ അങ്ങനെ എന്തോ പറഞ്ഞേ. അങ്ങനെ സംസാരിച്ച് നടന്നു വരുമ്പോൾ മായ കരോളിനെ കാണാണ്. ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരികയാണ്. മായ കണ്ടതും കരോളിൻ വേഗം മുകളിലേക്ക് കയറിപ്പോവും. അപ്പോൾ മായ പുറകെ ചെല്ലുന്നുണ്ട്. കരോളിൻ, നീ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്? മുകളിലെത്തിയ മായ ഒരു ചെറിയ കോറിഡോറിൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ നോക്കുമ്പോൾ ചുമരിൻ്റെ രണ്ട് സൈഡിലും കുറേ ഫോട്ടോസ് ഉണ്ട്, ആൻഡ്രൂവിൻ്റെയും ജോയുടെയൊക്കെ. അവിടെ ഒരു ഷെൽഫ് കാണാണ്. ഷെൽഫിൻ്റെ ഉള്ളിൽ കുറേ ട്രോഫികളുണ്ട്. ആ ട്രോഫിയിൽ ഫ്രാങ്ക്ലിൻ ബിഡിൽ അക്കാഡമി എന്ന് എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് മായ അബി പറഞ്ഞത് ഓർക്കും. വേഗം തന്നെ കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് ഈ സ്കൂളിലേക്ക് മായ പോവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യാണ് ഡിറ്റക്റ്റീവ്. കൂടെ ആ ലേഡി ഫ്രണ്ടും ഉണ്ട്. ഡോക്ടർ അകത്തേക്ക് വിളിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ബ്രെയിനിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. കാരണം അതിങ്ങനെ ഡീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടീഷൻ കുറച്ച് മോശമാണ്. സ്വാമിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കല്യാണമാണ്. അതുമാത്രമല്ല ആ ലേഡി പ്രഗ്നൻറ്റുമാണ്. മായ ആ സ്കൂളിലെത്താണ്, ഫ്രാങ്ക്ലിൻ ബിഡിൽ അക്കാഡമി. നേരെ പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് ചെല്ലാണ്. എന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ ജൂഡിത്ത് ബർക്കറ്റിൻ്റെ ഡോട്ടർ ഇൻ ലോ മായ. അപ്പോൾ ജോയുടെ ഫാമിലി സ്കൂളിന് അറിയാം, കാരണം അവർ ഈ സ്കൂളിന് വേണ്ടി ഒരുപാട് സ്പോൺസർഷിപ്പൊക്കെ ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പൾ ചോദിക്കുന്നുണ്ട്, ജോയുടെ പേരിൽ എന്തെങ്കിലും മെമ്മോറിയൽ പ്രൈസ് തുടങ്ങാൻ വന്നാണോ? മായ പറയും, ഞാൻ അതിനൊന്നും വന്നല്ല, എനിക്ക് വേറൊരു കാര്യം അറിയണം. ക്ലെയർ വാക്കർ, അവരെക്കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വന്നത്. കുറച്ച് നാൾ മുമ്പ് അവർ മോനെ ചേർക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. ക്ലെയറിൻ്റെ പേര് കേട്ടതും പ്രിൻസിപ്പൾ ഇങ്ങനെ മായ നോക്കുകയാണ്. എന്നിട്ട് പറയണേ, എനിക്ക് നല്ല ഓർമ്മ കിട്ടണില്ല. പക്ഷെ നമ്മളെ കാണിക്കുന്നുണ്ട് പ്രിൻസിപ്പൾ ഇങ്ങനെ ക്ലെയറുമായിട്ട് സംസാരിക്കണതൊക്കെ. പ്രിൻസിപ്പൾ പറയും, ഒരുപാട് പാരൻസ് കുട്ടികളെയും കൊണ്ട് ഇവിടെ ചേർക്കാൻ വരുന്നതാണ്, അത് കാരണം എല്ലാവരെയും ഒന്നും എനിക്കിങ്ങനെ ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പം മായ പറയുന്നുണ്ട്, നിങ്ങളുടെ മുഖം കണ്ടറിയാം നിങ്ങൾക്ക് അവരെ അറിയാമെന്നും അവരുമായിട്ട് എന്താണ് സംസാരിച്ചതെന്നും നല്ല ഓർമ്മയുണ്ട്. ക്ലെയർ എൻ്റെ സഹോദരിയാണ്. ഈ സ്കൂളിൽ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അവൾ കൊല്ലപ്പെടുന്നത്. അപ്പോൾ പ്രിൻസിപ്പൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറയണമെന്നുണ്ടോ ക്യാപ്റ്റൻ മായ സ്റ്റൺ? അപ്പോൾ പ്രിൻസിപ്പളിന് മായയെ അറിയാം. മായ ആലോചിച്ചിട്ട് പറയാണ്, കഴിഞ്ഞ വർഷം തുടങ്ങി നിങ്ങളുടെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സ്പോൺസർ ചെയ്യുന്നത് ജോയുടെ ഫാമിലിയിലെ, അത് അങ്ങോട്ട് നിർത്തിയാലോ? ഞാനും ജൂഡിത്തും തമ്മിൽ നല്ല ക്ലോസ് ആണ്. അപ്പോൾ പ്രിൻസിപ്പൾ ഒന്ന് ആലോചിച്ചിട്ട് പറയാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ സഹോദരി ഇവിടെ വന്നിരുന്നു, മോന് അഡ്മിഷൻ എടുക്കാനെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഇവിടുത്തെ പഴയ ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ചായ ചോദ്യങ്ങൾ. തിയോമോറ 25 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ പയ്യൻ മരിച്ചത്. അപ്പോൾ മായ ചോദിക്കുന്നുണ്ട്, തിയോമോറയോ? അപ്പോൾ പ്രിൻസിപ്പൾ ചോദിക്കുകയാണ്, ജോ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലേ? ജോയുടെ ആൻഡ്രൂൻ്റെയും വലിയ ഫ്രണ്ടാണല്ലോ തിയോ. എന്നിട്ട് അവരെല്ലാവരും നിൽക്കുന്ന ഒരു ഫുട്ബോൾ ടീമിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ഡിറ്റക്റ്റീവ് പള്ളിയിലേക്ക് പോവാണ്. 3-4 ദിവസം കഴിഞ്ഞ് കല്യാണം ആണല്ലോ. അപ്പോൾ ഫിയാൻസ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ചെന്ന വഴി തന്നെ സ്വാമി പറയും, ഈ കല്യാണം നടക്കില്ല, എനിക്ക് പറ്റില്ല എന്ന്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്താന്ന് പറ. ഒന്നും പറയാതെ സ്വാമി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മളെ മായയെ കാണിക്കുന്നത്. അപ്പോൾ മായ പ്രിൻസിപ്പളിനോട് ചോദിക്കുന്നുണ്ട്, തിയോ എങ്ങനെയാണ് മരിച്ചത്? ആൽക്കഹോൾ പോയ്സണിങ് ആയിരുന്നു.
അവരുടെ ടീം ആ വർഷം ഫുട്ബോൾ മാച്ച് ജയിച്ചിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി ആഘോഷിച്ചതായിരുന്നു. പിറ്റേ ദിവസം തിയോയുടെ ബോഡിയാണ് കാണുന്നത്. 8 ജൂൺ 1996. അപ്പോൾ മായ ആലോചിക്കുകയാണ്, 8 ജൂൺ 1996, അതായത് ആൻഡ്രൂ മരിക്കുന്നതിന് 1.5 മാസം മുമ്പ്. ഇവരുടെ മരണങ്ങൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? മായ ചോദിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. തിയോ മരിച്ചതിലുള്ള വിഷമം കാരണമാണ് ആൻഡ്രൂ മരിച്ചത്? മായ ചോദിക്കുക. അപ്പം പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, ആയിരിക്കാം. ഈ ടീമിലെ വേറെ ആരെങ്കിലും അന്ന് ആ ബോട്ടിലുണ്ടായിരുന്നോ ആൻഡ്രൂൻ്റെ കൂടെ? അപ്പം പ്രിൻസിപ്പൾ ആലോചിച്ചിട്ട് പറയും, ആൻഡ്രൂ, ജോ, പിന്നെ ക്രിസ്റ്റഫർ, പിന്നെ 1-2 ഈ ടീമിലെ ആൾപ്പിള്ളേരുണ്ടായിരുന്നു. എന്നിട്ട് പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, മായേ, തിയോയ്ക്ക് സംഭവിച്ചതൊരു ട്രാജഡിയാണ്, അല്ലാണ്ട് അതിൽ വലിയ മിസ്റ്ററി ഒന്നുമില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് എഡ്ഡി മായയെ വിളിക്കുകയാണ്. അബിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. മായയ്ക്ക് അറിയാമോ? മായ പറയുന്നുണ്ട്, കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിരുന്നു, ക്ലെയറിൻ്റെ അഡോപ്റ്റ് ചെയ്യാൻ കൊടുത്ത മോനെ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞു. അപ്പോൾ എഡ്ഡി ചോദിക്കുന്നുണ്ട്, എങ്ങനെ, ആരാ പറഞ്ഞു, നീ എങ്ങാനും പറഞ്ഞോ? അത് കഴിഞ്ഞ് അപ്പോൾ ഈ എഡ്ഡിക്കും ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. കല്യാണത്തിന് മുമ്പ് ക്ലെയർ പ്രസവിച്ച കാര്യമൊക്കെ എഡ്ഡിക്ക് അറിയാമായിരുന്നു. മായ നെറ്റിൽ തിയോയുടെ പേരും സ്കൂളിൻ്റെ പേരും അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അഡ്രസ്സ് കിട്ടും. നേരെ അവിടേക്ക് ചെല്ലാണ്. വാതിൽ തുറക്കുന്നത് തിയോയുടെ അമ്മയായിരിക്കും. ആദ്യം അവർ സംസാരിക്കാൻ കൂട്ടാക്കില്ല. പിന്നീട് ജോസഫ് ബർക്കറ്റിൻ്റെ വൈഫാന്ന് പറയുമ്പോൾ അകത്തേക്ക് വിളിക്കും. എന്നിട്ട് അവർ പറയാണ്, ഈ തിയോയുടെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ ഐഡിയ ആയിരുന്നു സ്കോളർഷിപ്പോട് കൂടി തിയോനെ അവിടെ പഠിപ്പിക്കാമെന്ന്. അപ്പോൾ ആദ്യം ഇവർക്ക് അത് സമ്മതമല്ലായിരുന്നു. കാരണം ഇതൊരു വലിയ സ്കൂളാണ്, ഈ പണക്കാർ പിള്ളേർ പഠിക്കണേ. അത് കാരണം തിയോയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവുമോ എന്ന് ഇവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. തിയോ നന്നായി പഠിക്കുമായിരുന്നു. അതുപോലെ സ്പോർട്സിലും മിടുക്കനാണ്. അപ്പം സ്കൂളിൽ അത്യാവശ്യം ഫേമസ് ആണ് ആള്. ഒരു ദിവസം മോൻ്റെ മരണവാർത്തയാണ് ഞങ്ങൾ അറിയുന്നത്. സ്കൂളുകാർ പറഞ്ഞത് ആൽക്കഹോൾ ഓവർഡോസ് ആണെന്നാണ്. പക്ഷേ തിയോ ഒരിക്കലും കുടിക്കില്ല. തിയോയുടെ ഫാദർ എപ്പോഴും പറയും, ഇതിൽ വേറെ എന്തോ ഉണ്ട്, സ്കൂളുകാർ നമ്മളോട് പറയാത്തതാണ്. മായ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോയോടോ ആൻഡ്രൂവിനോടോ ചോദിക്കാറുന്നില്ലേ? അപ്പം ആൻഡ്രൂവിൻ്റെ പേര് വെക്കുമ്പോൾ ഇവർ പറയാണ്, ആൻഡ്രൂ നല്ല കുട്ടിയാണ്, മറ്റുള്ളവരെ പോലെയല്ല, ഒരു പാവമാണ്. ഫ്യൂണറലിൻ്റെ അന്ന് ഈ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അതുപോലെ ക്രിസ്റ്റഫറും. എന്നിട്ട് പറയുന്നുണ്ട്, ആൻഡ്രൂവിൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. എല്ലാവരും പറയുന്നത് തിയോ മരിച്ചതിലുള്ള വിഷമം കാരണമെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്തോ കുറ്റബോധം ആ കുട്ടിയുടെ ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ്. മായ അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ കോറിയുടെ കോൾ വരുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്. മായ നേരെ അവിടേക്ക് ചെല്ലാണ്. കോറി പറയുന്നുണ്ട്, ടോമി ഒരു സ്റ്റോറേജ് സ്പേസ് വാടകയ്ക്ക് എടുത്തിരുന്നു. അപ്പോൾ വാടക കൊടുക്കാത്ത കാരണം അവർ നോട്ടീസ് അയച്ചേക്കാണ്. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, സെക്യൂരിറ്റി ഫോം നടത്തുന്ന ആൾക്ക് ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യം എന്താ ഉള്ളത്? അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന സാമിയാണ്. പുള്ളി ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ ചെന്ന് നിൽക്കുകയാണ് താഴേക്ക് ചാടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ആ ലേഡി ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ സാമിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത് കോറിയും മായയും കൂടെ ഈ ടോണിയുടെ സ്റ്റോറേജ് യൂണിറ്റിൽ എത്തുന്നതാണ്. അപ്പോൾ മായ ചോദിക്കുന്നുണ്ട്, ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ? അപ്പോൾ കോറി പറയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വെച്ച് ഒരു 3 വയസ്സുള്ള ഒരു പയ്യൻ മരിക്കുകയാണ്. അവന് പനി വന്നിട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. അവന് കൊടുത്തിരുന്ന മരുന്നെല്ലാം ഈ ബർക്കറ്റ് കമ്പനി ഉണ്ടാക്കുന്നതാണ്. ആ ഒരു കേസ് മാത്രമല്ല, അതുപോലെ ഒരുപാട് കേസുകളുണ്ട്. എന്തെങ്കിലും അഡിക്ഷനൊക്കെ ഉള്ളവർക്ക്, ഇപ്പോൾ ഈ ഡ്രഗ് അഡിക്ഷനോ ആൽക്കഹോൾ അഡിക്ഷനോ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുന്ന മരുന്നുകൾക്കൊക്കെ വളരെ മോശം സൈഡ് എഫക്റ്റാണ്. ആ മരുന്നൊക്കെ ഉണ്ടാക്കുന്നത് ഈ ബർക്കറ്റ് കമ്പനിയാണ്. പകുതി മരണം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത അവരുടെ സാമ്രാജ്യം തന്നെ തകർന്നു. ഇത് ജോയ്ക്കും നീലിനും ജൂഡിത്തിനും എല്ലാവർക്കും അറിയാം. പക്ഷെ അതെല്ലാം പൈസ കൊടുത്ത് ഒതുക്കി വെച്ചേക്കാണ്. പക്ഷെ ക്ലെയർ കണ്ടുപിടിച്ചത് അതിലും വലുതെന്തോ ആണ്. ഇത് കഴിഞ്ഞ് അവർ ആ ഗോഡൗണിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ പെട്ടി കാണുന്നുണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ ഐസിലിട്ടിട്ട് ടോമിയുടെ ബോഡി കാണും. അവർ രണ്ടുപേരും ഞെട്ടിപ്പോവും.